വൃക്കയാണ് രക്തത്തിലെ മാലിന്യങ്ങൾ അരിച്ചു നീക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അതിനുള്ള ശേഷി വൃക്കകൾക്ക് നഷ്ടപ്പെടുന്നതോടെ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും. ഒരു പരിധിയിൽ കൂടുതൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ ബാധിക്കും. ഇതുമൂലം മൂത്രത്തിന്റെ അളവ് 500 മില്ലി ലിറ്ററിൽ താഴെയാവുക, ശ്വാസകോശത്തിൽ നീർക്കെട്ടൽ മൂലം ശ്വാസമുട്ടൽ ഉണ്ടാവുക, ദേഹത്ത് നീര് വെക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പിന്നീട് ഓക്കാനം, ക്ഷീണം, ഛർദി, വിശപ്പില്ലായ്മ എന്നിവയുണ്ടാകും. ഈ അവസ്ഥ കുറച്ചുകൂടെ ഗുരുതരമായാൽ അത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ കൂടെ ബാധിക്കും. അതുമൂലം ഓർമ്മക്കുറവ്, അപസ്മാരം, അബോധാവസ്ഥ എന്നിവയും ഉണ്ടാകാം. മാത്രവുമല്ല, ശരീരത്തിലെ ഉപ്പ്, പൊട്ടാഷ്യം തുടങ്ങിയ ധാതുക്കളുടെ എല്ലാം സന്തുലനാവസ്ഥ നിലനിർത്തുന്നത് വൃക്കകളാണ്. ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് കൂടുതലായി എത്തുന്ന പൊട്ടാഷ്യത്തിനെ തകരാറിലായ വൃക്കകൾക്ക് അരിച്ചു മാറ്റാനാകാതെ വരുമ്പോൾ ശരീരത്തിലെ പൊട്ടാഷ്യത്തിന്റെ അളവ് കൂടും. ഒപ്പം വൃക്ക തകരാറുണ്ടായാൽ രക്തത്തിൽ ആസിഡ് നില കൂടി pH നില കുറയും. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതോടെ രോഗിക്ക് ഡയാലിസിസ് ചികിത്സ അനിവാര്യമായി വരുന്നു.